السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടി വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി അൽ ഫിത്ര ഇസ്ലാമിക് സ്കൂൾ കുട്ടികളെ ചെറിയ പ്രായം മുതൽ തുടങ്ങുന്ന സ്ഥാപനം തളിപ്പറമ്പിൽ ഇത്രയും വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് നമുക്കെല്ലാവർക്കും. എന്നാൽ ഈ പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ചെറിയ മക്കള് 2-3 വയസ്സായ മക്കള് ചൊല്ലിയ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത കുളിര്. ഇങ്ങനെയുള്ള മക്കളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്ന സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. അറിവ് സാധാരണ നമ്മൾ നേടുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്നെങ്കിൽ ജോലി, അധികം സമ്പാദിക്കണം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നാം അറിവ് നേടുന്നത്. പക്ഷെ ഈ അറിവ് യഥാർത്ഥത്തിൽ പ്രയോജനം ഉള്ളതായി തീരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ അൽ ഫിത്ര സ്ഥാപനത്തിൽ ചെറിയ കുഞ്ഞു മക്കൾ കയറി വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടിലുള്ള ഉപ്പ ഉമ്മ ആ ചെറിയ കുട്ടിയുടെ സഹോദരന്മാർ സഹോദരിമാർ ഇവരൊക്കെ ഉറങ്ങുന്നതിന്റെ ദുആക്കൾ പഠിക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദുആക്കൾ, പ്രാർത്ഥനകൾ, പ്രദോഷത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, ഇതെല്ലാം മക്കൾ പഠിച്ചു. സുഹൃത്തുക്കൾ, ഇത് പ്രാവർത്തികമാക്കുകയാണ് ആ മക്കളുടെ ജീവിതത്തിൽ. ഇതാണ് പ്രയോജനപ്രദമായ അറിവ് എന്നുള്ളത്. ഈ അറിവായിരിക്കണം അവന്റെ വളർന്ന് വലുതായി വലിയ സ്ഥാനത്തെത്തുമ്പോഴും അവനുണ്ടായിത്തീരേണ്ടത്. ഇതിലൂടെ ഒരാളെ ആക്രമിക്കലല്ല, തിന്മകളെ തടയുന്നതായിരിക്കണം. ഇതിലൂടെ, ഈ അറിവിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം. അതുപോലെ തന്നെ ഏതെല്ലാം ബാത്തിന്റെ ശക്തികളുണ്ടോ അതിനെയൊക്കെ ചെറുക്കുന്നതായിരിക്കണം. ഹക്കിന് എപ്പോഴും സത്യത്തേക്ക് നയിക്കുന്നതായിരിക്കണം നാം ഓരോരുത്തരുടെയും അറിവുകൾ. അത് നമ്മുടെ ഈ അൽ ഫിത്ര എന്ന സ്ഥാപനത്തിലൂടെ ചെറിയ പ്രായത്തിൽ കിട്ടുകയാണ്. നമുക്കറിയാം, നമുക്കെന്തെല്ലോ സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടാൻ തയ്യാറാവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, പടച്ചോനെ, നീ എനിക്ക് നാഫിയായ ഇൽമ് തരണമേ, പ്രയോജനമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. നാളെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ അവനോടൊപ്പം ഉണ്ടാകുന്നതും അവന് പ്രയോജനമായ അറിവുകളാണ്. അത് അവന് നാളെ ആഖിറത്തിൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. നമുക്കറിയാം, പല സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്താണ് അറിയില്ല. അവരുടെ അറിവ് കൊണ്ട് അവർ എവിടേക്ക് എത്തി എന്ന് ചോദിച്ചാലും അതിനൊരു മറുപടിയില്ല. ഇന്ന് പല കലാലയങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന് പ്രതിവിധി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിഷയമായിട്ട് ഇന്ന് കുട്ടികളുടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതൊക്കെയാണ്. കുട്ടികൾക്ക് ലക്ഷ്യമില്ല, അലക്ഷ്യമായ നിലയിലൂടെ വലിയ പഠനമുണ്ടാവും, വലിയ സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും
ഒരു പ്രയോജനത്തിലേക്ക് എത്തിച്ചേരാത്തൊരവസ്ഥയിലേക്കാണ് ഇന്നത്തെ തലമുറ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിനൊക്കെ വലിയൊരു മാതൃകയാണ് ചെറുപ്രായത്തിലേ വരുന്ന ഇതുപോലത്തെ സ്ഥാപനങ്ങൾ എന്നുള്ളത്. ഇസ്രായേലിന്റെ പ്രസിഡന്റ് വലിയ അറിവുള്ളവനാണ്. പക്ഷേ ഇതുപോലത്തെ പിച്ചു കുഞ്ഞുങ്ങളെ നിഷ്ഠൂരം വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇൽമു കൊണ്ട് അറിവുകൊണ്ട് അക്രമിയാകാൻ പാടില്ല. നമുക്കറിയാം, അബൂജഹൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഏതെല്ലാം നിലയിൽ കൂടി നശിപ്പിക്കണം എന്നൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരുന്ന അബൂജഹൽ, അവന്റെ യഥാർത്ഥ പേര് അബുൽ ഹിക്കം എന്നാണ്. അറിവിന്റെ ഉപ്പ എന്നാണ് അവന്റെ പേര്. പക്ഷേ പിന്നീട് അവന് അബൂജഹൽ എന്നുള്ള പേരാണ് ഇട്ടത്, അറിവില്ലാത്തവന്റെ ഉപ്പ എന്നുള്ളത്. ജഹലിന്റെ ഉപ്പ എന്നുള്ള പേര് അവന് വീഴാൻ കാരണം അങ്ങേ അറ്റത്തെ അക്രമങ്ങളായിരുന്നു അവന്റെ ഭാഗത്തു നിന്നുണ്ടായിത്തീരുന്നത്. ഇതേപോലെ ഓരോരുത്തരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇബ്ലീസ് ആരായിരുന്നു? മലക്കുകളുടെ ഉസ്താദ് എന്നറിയപ്പെടുന്ന ഇബ്ലീസ് ഖുർആന്റെ പല സ്ഥലങ്ങളിലും ലഅനത്ത് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളുടെ പേരിലാണ്. അബാ വസ്തക്ബറ. ആദം നബി അലൈഹി ഇസ്ലാം സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സുജൂദ് ചെയ്തില്ല. അഹങ്കരിച്ചു, വിസമ്മതിച്ചു. അനുസരണക്കേട് അവനിൽ നിന്നുണ്ടായി. ഇതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ലഅനത്ത് ചെയ്തിട്ടാണ്. ഇങ്ങനെ ഓരോ വ്യക്തികളെ എടുത്തു നോക്കുകയാണെങ്കിലും, ഫിറഔൻ എടുത്തു നോക്കുകയാണെങ്കിൽ അവൻ എന്താ പറഞ്ഞത്? ഞാൻ റബ്ബാണ് എന്നാണ് പറഞ്ഞത്. അല്ല റബ്ബുക്കുമുൽ അഅല, മിസ്രിന്റെ കടിഞ്ഞാൺ എന്റെ കയ്യിലാണ്. ആരെങ്കിലും ഉണ്ടോ അധികാരം നേടാൻ എന്ന് ചോദിച്ച വലിയ അഹങ്കാരിയായ ഭരണാധികാരിയായിരുന്നു ഫിറഔൻ എന്നുള്ളത്. തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്ഠൂരം വധിക്കാൻ വരെ തയ്യാറായവർ. ഇവരൊക്കെ വലിയ അറിവുള്ളവരായിരുന്നു. മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വിരലോടുകൂടി നമ്മുടെ ഇനിയുള്ള തലമുറകൾക്ക് വളർന്ന് വലുത് ഇതിന്റെ സ്റ്റാൻഡേർഡുകൾ കൂടി ക്ലാസുകൾ കൂടി ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾ എത്തിച്ചേരുന്നതാണ്. ഇന്ന് അതല്ലേ സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? തലയിൽ തട്ടമിട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ലേ? എവിടെ മുസ്ലിമീങ്ങളായ സമ്പന്നർ, എവിടെ ട്രസ്റ്റ്, എവിടെ വലിയ വലിയ സ്വത്ത് ഉള്ള കമ്മിറ്റിക്കാർ? ഇവർക്കൊക്കെ നല്ല ഇസ്ലാമിക സ്കൂൾ പണിതൂടെ? മക്കളെയൊക്കെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർത്തിക്കൂടെ? തട്ടമിട്ട് പഠിപ്പിച്ചൂടെ? മക്കൾക്ക് ചെറുപ്രായം മുതൽ അവസാനം വരെ, അങ്ങേയറ്റം വരെ, ഡിഗ്രി ആകട്ടെ, അതിനുശേഷമുള്ള പഠനമാകട്ടെ, ഇസ്ലാമിക അന്തരീക്ഷത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നുകൂടെ? അതിനൊക്കെ എത്രയെത്ര സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നു. ആ സ്ഥലങ്ങളിൽ കെട്ടിടം പണിയാൻ എത്രയെത്ര സമ്പന്നന്മാരാണുള്ളത്. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തിച്ചേരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ പേരിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നാം പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ഇതിന്റെ മുകളിൽ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ മുകളിലും എടുക്കണം. പറ്റുമെങ്കിൽ അപ്പുറത്ത് നമുക്ക് സ്ഥലം കിട്ടുമെങ്കിൽ ഇനിയുള്ള സ്റ്റാൻഡേർഡുകൾ, മറ്റ് ക്ലാസുകൾ കൂട്ടിക്കൂട്ടി ആ ഭാഗങ്ങളിലേക്ക് ഈ സ്ഥാപനം പന്തലിച്ചു വരണം. തട്ടമിട്ട കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉയർത്തി കാണിക്കണം. ഇതൊക്കെ നഷ്ടപ്പെട്ടതിന്റെ പേരിലല്ലേ സുഹൃത്തുക്കളെ മറ്റ് സ്കൂളുകളിലേക്ക് വിട്ട് നമ്മുടെ മക്കൾ മദ്രസയിൽ പോയി രാവിലെയും വൈകുന്നേരവും പോയി 10ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ട് പോലും അവർ ഇന്നും മയക്കുമരുന്നിനും അതോ ലഹരിക്കും അടിമപ്പെട്ടുകൊണ്ട് കഴിയുകയല്ലേ? ഇതൊക്കെ പഠിപ്പിക്കുന്ന മദ്രസയിലല്ല. ഇതൊക്കെ എവിടുന്നാ വരുന്നത്? അതിന്റെ പേരിൽ നാം ഇത്തരത്തിലുള്ള സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാനേജ്മെന്റിന് അതിനുള്ള നല്ല കരുത്തും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും, ഇസ്ലാമിനെ, ദീനിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കണം. ഇതിനകമഴിഞ്ഞ നിലയിൽ കൂടിയുള്ള സഹകരണങ്ങളും സഹായങ്ങളും നൽകണം. ഇതുപോലുള്ള പല സ്ഥാപനങ്ങൾ
ഒരു ആദർശങ്ങളോ ഒരു തർക്കങ്ങളോ ഇല്ലാതെ ഇവിടെ ഉണ്ടാകണം. അല്ലാഹു തആല അതിനെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിലുള്ള ടീച്ചർമാർ, അതുപോലെ ഇവിടുത്തെ രക്ഷകർത്താക്കൾ, കുട്ടികൾ, ഈ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർ, സ്റ്റേജിൽ ഇരിക്കുന്ന വലിയ വലിയ വ്യക്തിത്വങ്ങൾ, അല്ലാഹു തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.